ഹലോ, നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ് ബ്രോക്കോളി പാസ്ത. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഉണക്കമുളക് 2 എണ്ണം അരിഞ്ഞത്, ഗാർലിക്, ബ്രോക്കോളി ഉപ്പിട്ട് വേവിച്ചത്, നല്ല പച്ച ക്യാപ്സിക്കം, പിന്നെ ഒരു ഉള്ളി. ഇത്രയും അരിഞ്ഞു മാറ്റി വെച്ചതിന് ശേഷം പുഴുങ്ങി വെച്ച പാസ്ത സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കുക. പാൻ ചൂടായതിനു ശേഷം 1 സ്പൂൺ ബട്ടർ ഇടുക. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആവണം. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആവുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി എണ്ണ ഒഴിക്കണം കേട്ടോ. എണ്ണ ഒഴിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ കരിയാതെ ഇരിക്കാൻ നമ്മളെ സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിക്കുന്നത്. പിന്നെ ഉപ്പിട്ട് അടിച്ച് മാറ്റി വെച്ചേക്കുന്ന മുട്ട ഇതിലൊഴിച്ച് ഒരുപാട് ഹാർഡ് ആവാതെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ അത് നന്നായിട്ട് മുട്ട ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഈ മുട്ടയ്ക്ക് പകരം ചിക്കനോ പനീറോ അല്ലെങ്കിൽ മുട്ട ഇല്ലാതെയും നിങ്ങൾക്ക് ഇത് വെക്കാൻ പറ്റും കേട്ടോ. ഞാനൊരു ചെറിയ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മുട്ട എടുത്തേക്കുന്നത്. മുട്ട ഇപ്പൊ ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ഇച്ചിരിയും കൂടി ബട്ടർ ഇട്ടതിന് ശേഷം ലേശ എണ്ണ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ഒന്ന് നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് ഒരു 6 വെളുത്തുള്ളി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 6 വെളുത്തുള്ളി ഇടുക. പിന്നെ നമുക്ക് ഒരു 2 വറ്റൽമുളക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒന്നെങ്കിൽ വറ്റൽമുളക് അത് ക്രഷ് ചെയ്തിടാം. ഞാനിവിടെ അരിഞ്ഞാണ് ഇട്ടേക്കുന്നത്. ഇതിന് വലിയ എരിവൊന്നുമില്ല. എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. ഇത് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാനുള്ളത് നല്ലൊരു മീഡിയം സൈസ് സബോള. കൈകൊണ്ട് നന്നായിട്ട് വിടർത്തി ഇടുവാണെങ്കിൽ ഇത് നല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൈകൊണ്ട് വിടർത്തി ഇടുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനുള്ളത് ഒരു ഡൈസ് ആയിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമന്ന ക്യാപ്സിക്കം എടുക്കുക, അല്ലെങ്കിൽ മഞ്ഞ ക്യാപ്സിക്കം എടുക്കുക. കളർഫുൾ ആയിരിക്കും. ഞാൻ പച്ച ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാനുള്ളതാണ് ഉപ്പിട്ട് വേവിച്ച ബ്രോക്കോളി. കാരണം നമ്മൾ ഈ ഉപ്പിട്ട് വേവിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്ലേവറാണ്. അപ്പം ഇതിൻ്റെ അകത്ത് പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ച് നമ്മൾ എടുക്കുന്നത്. അപ്പം അത് ഓവറായിട്ട് വേവിച്ചിട്ടില്ല, ഒരു 50% മാത്രമേ അത് വെന്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നിങ്ങൾ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പിന്റെ കുറവുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിടുക. എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് ഇളക്കിയത്. പിന്നെ ഇത് നന്നായിട്ട് ഇളക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബട്ടറൊക്കെ ഇട്ടേക്കുന്നത് ഇത് നന്നായിട്ട് ഈ ബ്രോക്കോളിയിൽ പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് സ്റ്റീം ചെയ്യാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ചേക്കാം. ഈ അടച്ചു വെക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്തി തരാവേ. ഇതാണ് അമ്മു, ഇതാണ് സോഫി. ഞങ്ങളുടെ പൂച്ചയായിട്ട് കുറച്ച് ഡാൻസൊക്കെ കളിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രോക്കോളി ആവി കയറി നന്നായിട്ട് വെന്തും കൂടി വന്നിട്ടുണ്ട്. ഇത് ആവി കയറി വന്നതോടെ നമുക്കിനി ആദ്യം വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന മുട്ടയും കൂടി നമുക്കിതിൽ ചേർക്കാം. മുട്ടയും കൂടി ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് നമ്മൾ ഇത് നല്ലപോലെ ഇളക്കണം. കാരണം മുട്ടയുടെ ഫ്ലേവർ നല്ലപോലെ ഈ വെജീസിൽ നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നല്ലപോലെ ഇളക്കിക്കൊണ്ട് ഇരിക്കുക. ഇത് നന്നായിട്ട് യോജിച്ച് കഴിയുമ്പോൾ നമുക്ക് മാഗി മസാല ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് 2 പാക്കറ്റ് മാഗി മസാലയുടെ ടേസ്റ്റ് നല്ലപോലെ ഇഷ്ടമാണെങ്കിൽ 2 പാക്കറ്റ് ആഡ് ചെയ്യാം. ഞാൻ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമേ ഞാൻ ഒരു പാക്കറ്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ഇച്ചിരി ഗരം മസാലയും കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ ഫ്ലേവർ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ നമുക്ക് സഹായിക്കും. അതിൻ്റെ വേണ്ടിയിട്ടാണ് നമുക്ക് ഇച്ചിരി ഗരം മസാലയും കൂടി ആഡ് ചെയ്തത്. ഈ മസാല ഇത്ര ഇട്ടതിന് ശേഷം നല്ലതുപോലെ നമ്മൾ ഇളക്കണം. കാരണം മസാല എവിടെയും കട്ട പിടിച്ചിരിക്കാൻ പാടില്ല. കാരണം ഈർപ്പം ഉണ്ടെങ്കിൽ കട്ട പിടിച്ച് ഒരു സൈഡ് മാറിയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇളക്കി നല്ലപോലെ ഇളക്കി കഴിയുമ്പോൾ നമ്മൾ ഡാർക്ക് സോയാ സോസ് ഒരു ലേശം, 1 സ്പൂണൊന്നും കറക്റ്റായിട്ട് വേണ്ട, ഒരു ഇത്തിരി ഒഴിച്ച് നന്നായിട്ട് അതും കൂടി ചേർത്ത് ഇളക്കി മാറ്റിയതിന് ശേഷം ബോയിൽ ചെയ്ത് വെച്ച പാസ്തയും കൂടി ബോയിൽ ചെയ്ത പാസ്തയുടെ വാട്ടറും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ബോയിൽ ചെയ്ത പാസ്തയുടെ വെള്ളം നമ്മൾ എന്തിനാ ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാസ്തയുടെ ഫ്ലേവർ നമുക്ക് നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബോയിൽ ചെയ്ത പാസ്തയുടെ വെള്ളം നമ്മൾ ഒഴിക്കുന്നത്. വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിന് ആഡ് ചെയ്യരുത്. പാസ്ത വാട്ടർ മാത്രമേ നമ്മൾ ഇതിലൊഴിക്കാൻ പാടുള്ളൂ. പിന്നെ ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരിയും കൂടി ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കുക.
പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇച്ചിരി ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഇറ്റാലിയൻ സ്പൈസസ് നിങ്ങൾക്ക് ഇടാം. എൻ്റെ കയ്യിലുള്ളതാണെങ്കിൽ ഒറിഗാനോയാണ്. ഞാനപ്പോൾ ഒറിഗാനോയാണ് ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ഇനി റോസ്മേരിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇടുന്നതിന് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ മല്ലിയില ഇട്ടാലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒറിഗാനോ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഇതിൽ വേറെ പണിയൊന്നുമില്ല. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതിന്റെ ഫ്ലേവർ മുമ്പിലോട്ട് സ്മെല്ല് ചെയ്യുന്ന പോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചാൽ മാത്രം മതി. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബ്രൊക്കോളി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഡെക്കറേഷൻ ആയിട്ട് ഒരു പൂ ഉണ്ടാക്കിയാലോ. അതിന് തക്കാളിയുടെ തൊലി ഇതുപോലെ റൗണ്ട് ആയിട്ട് ചുറ്റി ഞാൻ അതിലൊരു പൂ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊക്കെ ടേസ്റ്റും ചെയ്ത് നോക്കാം. ഇതൊന്നാണ് എന്തിന്റെ അകത്ത് വരാത്ത അഭിപ്രായം. അറിയൂ